സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കട കൂട്ടാനായിട്ട് ഇരിക്കുള്ളൂ ബാലൻ. ആ സമയത്തിന് മീനാക്ഷിയുടെ അച്ഛൻ വരുന്നത്. മീനാക്ഷിയുടെ അച്ഛൻ വന്നപ്പോൾ നമ്മുടെ രാമേട്ടൻ വലിയ ബഹുമാനത്തോടൊക്കെ കസേരയൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട്. രവീന്ദ്ര സാറല്ലേ ഇത്? രവീന്ദ്ര സാർ എന്താ ഇവിടെ? ബാലനും ചോദിക്കുന്നുണ്ട്, സാർ എന്താ ഇങ്ങനെ ഈ നേരത്ത് വന്നത്? വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ സാധനങ്ങൾ അങ്ങോട്ട് എത്തിച്ചേനല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ സാധനങ്ങൾ വാങ്ങാൻ വന്നതല്ല. ബാലൻ എനിക്ക് ആദ്യമേ തുടങ്ങി അറിയാം. ബാലൻ ഗോമതിനെ കല്യാണ തലേദിവസം അടിച്ചു മാറ്റി കൊണ്ടുവന്നതും കല്യാണം കഴിച്ചതും അങ്ങനെ ഒരു ഒറ്റമുറിയിൽ തുടങ്ങിയ കട ഈ നിലയിലെത്തിയതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ എന്ന് വെച്ചിട്ട് ബാലൻ്റെ ഇത് മറക്കരുത്. ബാലൻ ഏത് അവസ്ഥയിൽ നിൽക്കണേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. സാർ എന്തീ പറഞ്ഞു വരുമെന്ന് വെച്ചപ്പോൾ, ഇന്നത് ബാലൻ്റെ 2 മക്കൾ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു, എൻ്റെ മകളെ പെണ്ണ് ചോദിക്കാൻ. അത് കേട്ടാക്കി രാമേട്ടൻ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കണേന് രാമേട്ടൻ പറയുന്നുണ്ട്, പെണ്ണുങ്ങളെ മുഖത്ത് നോക്കാത്ത അമ്മമാരോ? സാറ് വേറെ എന്തെങ്കിലും പറയും, അത് വേറെ ആരെങ്കിലോ അല്ല. എനിക്ക് നന്നായി അറിയാം ബാലൻ്റെ മക്കൾ തന്നെയാണെന്ന് പറഞ്ഞത്. പേരും പറഞ്ഞുതരാം, ആര്യനും ആകാശവും. പിന്നെ മറ്റൊന്നും കൂടി പറയാം, ഒരു പലചരക്കടക്കാരൻ്റെ മകന് പിടിച്ചു കൊടുക്കാനുള്ളതല്ല എൻ്റെ മോൾ. അവള് റവന്യൂ വകുപ്പിലാണ് അവൾക്ക് ജോലി. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിപ്പിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഒരാൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഈ ഒരു മോഹം അവിടെ മനസ്സിൽ മാറ്റി ചെയ്യാൻ പറഞ്ഞപ്പോൾ, കൊടുക്കണ്ട സാറേ, അല്ലെങ്കിലും എൻ്റെ മോന് നിങ്ങളുടെ മോളെ വേണ്ട എന്ന് ബാലനും ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. ഇന്ന് ഞാൻ അവന്മാരെ കൊല്ലും എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റപ്പോൾ ശരിക്കും അയാളും പേടിക്കുന്നുണ്ട് കേട്ടോ. ബാല, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഇങ്ങനെ വന്നൊക്കെ പറഞ്ഞതാണ്, നീ ഇതനുസരിച്ച് വീട്ടിൽ ചെന്ന് അവരോട് മോശമായിട്ടൊന്നും പെരുമാറേണ്ടത്. അപ്പോൾ സാർ പൊക്കോ, സാറിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗോമതിനെ വിളിച്ച് അലറാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഗോമതി അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്ത് അധികാരത്തിൽ എന്ത് ധൈര്യത്തിലണ്ട അവരുടെ വീട്ടിലേക്ക് പോയത്? അതും റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടീനെ ആലോചിക്കാൻ പോകാൻ മാത്രം നിങ്ങൾ വളർന്നോ? നിങ്ങളുടെ അച്ഛന് എന്ത് വിലയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചു ഗോമതി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു. അമ്മ എന്തിനാ അങ്ങനെ വഴക്ക് പറയുന്നത്? അതിന് മാത്രം തെറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ധർമ്മനും പറയുന്നടാ, നിനക്ക് ഇങ്ങനെ ഒരു മനസ്സിലിപ്പുണ്ടെങ്കിൽ എനിക്ക് പെണ്ണാലോചിച്ച് പോയിരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്തിന് പിന്നാലെ ബാലൻ കയറി വരുന്നത്. കയറി വരുമ്പോൾ തന്നെ വടിയും കൊണ്ടിട്ട് വന്നത്. വടി കൊണ്ടുവന്നിട്ട് ആര്യനെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. ആകാശ് പോയതാവൂല, ആകാശിനെ ഇവൻ കൊണ്ടുപോയതാവും, ഇവൻ ചീത്തയായി, പിന്നെ ആകാശിനെയും ആനന്ദിനെയും കൂടി ഇവന് ചീത്തയാക്കാൻ വേണ്ടിയിട്ടുണ്ട് പറഞ്ഞ് ബാലൻ ഒരു കാരണമില്ലാണ്ട് നമ്മുടെ ആര്യനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും കുട്ടി അനിയത്തി അടക്കം എല്ലാവരും തടയുന്നുണ്ട്. ഗോമതിയും തടയുന്നുണ്ട്. ചെയ്തത് ശരിയല്ലെങ്കിലും അവനെ അടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനല്ല അച്ഛൻ്റെ മക്കളെ ചീത്തയാക്കിയിട്ടുള്ളത്. അവർക്ക് ഇഷ്ടമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ള അവകാശം അച്ഛൻ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ്. എന്തായാലും പോട്ടെ, നീ നിന്റെ അച്ഛൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഗോമതി ഉറപ്പും. ഞാനൊരാളെ തലയിൽ പിടിച്ച് സത്യം ചെയ്യില്ല. ഞാൻ തെറ്റ് ചെയ്യാത്തോടത്തോളം ഞാൻ ഒരാളെയും സത്യം ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. അച്ഛനോട് എനിക്ക് ബഹുമാനമുണ്ട്, പക്ഷെ അച്ഛൻ്റെ ചില കാര്യങ്ങളോട് എനിക്ക് തീരെ യോജിപ്പില്ല എന്ന് പറഞ്ഞ് ആര്യം പൊട്ടിത്തെറിക്കും. ആനന്ദിനോട് പറയുന്നത്, ആനന്ദ, നീ നിനക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ നീയും കണ്ടുപിടിച്ചോ, അവനിഷ്ടമുള്ള പെണ്ണിനെ അവനും കണ്ടുപിടിക്കട്ടെ. മോളോടും പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള ചക്കനെ നീയും കണ്ടുപിടിച്ചോ, ബ്രോക്കറായിട്ട് വന്നു നിന്നോളും എന്നൊക്കെ പറഞ്ഞ് ആര്യനെ പരിഹസിക്കുന്നുണ്ട്. അതിനുശേഷം ആനന്ദ് ആകാശം ഓടിയുണ്ടോ, അച്ഛൻ ഞാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ചോളാം, എന്ത് വേണം അനുസരിക്കാന്നൊക്കെ പറഞ്ഞ് കൈ കാലൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്. മാറടാന്നൊക്കെ പറഞ്ഞ് അവനെ തട്ടി മാറ്റുന്നുണ്ട്. അങ്ങനെ ആര്യൻ ദേഷ്യത്തോടെ തന്നെ പോകും. ആര്യൻ ആളുടെ മുന്നിലും താഴാൻ നിൽക്കൂല. ആര്യൻ തലയെ തൊട്ട് സത്യം ചെയ്യാനും നിൽക്കില്ല. ആര്യൻ ദേഷ്യപ്പെട്ടു പോകും. അങ്ങനെ ബാലൻ പുറത്തേക്കും പോകുന്നുണ്ട്. അങ്ങനെ ഗോമതി ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ആകാശിനെയും മീനാക്ഷിയാണ്. മീനാക്ഷി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിലെ കാരണവന്മാരെ കൊണ്ടുവരാണ്ട് അനിയനെയും കൊണ്ട് വന്നേക്കണം നീ എന്നൊക്കെ പറഞ്ഞ്, നിനക്ക് എന്നായിട്ടുള്ള വിവാഹം, നിനക്ക് ഒരു കുട്ടിക്കളീന്, അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തത്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മീനാക്ഷിയോട് പറയുന്നത്, 1 വർഷം സാവകാശം ചോദിക്കുന്നത്. 1 വർഷം സാവകാശം ചോദിക്കുമ്പോൾ 1 വർഷം പോയിട്ട് 1 മാസം പോലും എനിക്ക് സാവകാശം തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നീ പറ്റുമെങ്കിൽ എന്നെ വന്ന് വിളിക്ക്, ഞാൻ വരാം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഉള്ള ബന്ധം ഇവിടെ അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. മീനാക്ഷി എന്ത് ചെയ്തിട്ടും മീനാക്ഷി നിൽക്കണമെന്നില്ല. പിന്നെ കാണിക്കുന്നത് അമ്പലമാണ്. അമ്പലത്തിൽ ഗോമതി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആര്യൻ എടുത്ത് ചാട്ടക്കാരനാണ്. ആര്യൻ്റെ കാര്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ എൻ്റെ ആനന്ദ് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ആനന്ദ് കുടിച്ചു വന്ന് ബാലേട്ടൻ അന്ന് രാത്രി മുഴുവൻ കരയുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഗോമതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്.
നമ്മുടെ മിത്ര കാണുന്നുണ്ട്. മിത്ര ചെന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി അമ്മായി കരയുന്നു. ഏതമ്മായി? എനിക്ക് എത്ര അമ്മായി ഉണ്ട്? അമ്മായി കരയുന്നു. അതെന്തെങ്കിലും അമ്പലത്തിൽ വരുമ്പോൾ ഏതാൾക്കാരും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നല്ല, മുത്തശ്ശി പോയി ഒന്ന് സമാധാനിപ്പിക്കുക എന്താന്നൊക്കെ ചോദിക്കുന്നു പറയുന്നുണ്ട്. എടി ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ നിന്റെ അച്ഛനോ ചെറിയച്ഛനോ കണ്ടു വന്നാലോ എന്ന് വെച്ചപ്പോൾ അത് ഞാൻ നോക്കിക്കോളാം, മുത്തശ്ശി ഒന്ന് പോയിട്ട് വാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മയും മോളും കൂടെ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്. നീ എന്തിനാ കരഞ്ഞെന്ന് വെച്ചപ്പോൾ അമ്പലത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ആരായാലും കരഞ്ഞു പോകും, അല്ലാണ്ട് എനിക്ക് വേറൊരു വിഷമമൊന്നുമില്ല. നിനക്ക് വേറെ വിഷമമൊന്നുമില്ല ഗോമതി, നീ സന്തോഷവതിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ സന്തോഷവതി തന്നെയാണ് അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കെന്താ കുഴപ്പം? എൻ്റെ മോൻ, ഇളയ മോൻ ആര്യനുണ്ടല്ലോ, 10 ആണുങ്ങൾക്ക് കൂടിയൊരു മോനാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളത്. മറ്റുള്ളവർ 2 പേരെ കല്യാണം ഇപ്പം ഉണ്ടാവും. ആര്യൻ്റെ പഠിപ്പ് കഴിഞ്ഞ് ആര്യൻ്റെ കല്യാണം, ശ്രീകുട്ടിക്ക് നോക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അഭിമാനത്തോടെ നിന്ന് പറയുന്നു. എന്തായാലും അമ്മയുടെ മുന്നിൽ തല കുനിക്കുന്നില്ല ഗോമതി. എന്തായാലും അമ്മ പറയുന്നത് ശരി, നിനക്ക് സന്തോഷമാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഗോമതി അങ്ങനെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഗോമതി പോയതിന് ശേഷം അമ്മനെ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ അങ്ങനെ ഒരു പുഞ്ചിരിയോടെ നോക്കുന്നുണ്ട്. അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കടയിൽ ഗോമതി ആങ്ങളമാർ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. ആര്യൻ ആ സമയത്ത് അങ്ങോട്ട് വരുമ്പോൾ ആര്യനെ പരിഹസിക്കുന്നൊക്കെ ഉണ്ട്. അച്ഛൻ്റെ പാരമ്പര്യം മക്കളും കാത്തു സൂക്ഷിക്കുന്നു. അച്ഛൻ വരച്ച വര വിട്ടിട്ട് മക്കൾ കടക്കൂല എന്ന് പറഞ്ഞിട്ട് ആ വര കടന്ന് മക്കൾ കല്യാണം ആലോചിച്ച് പോയേക്കണ്. അതും തഹസീൽദാറിൻ്റെ മകളിനി കല്യാണം ആലോചിച്ച് പോയേക്കുന്നത്. എന്തായാലും അവിടെ നിന്ന് ഓടിച്ചെന്നുണ്ട് കേട്ടേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അതിന് നല്ല മറുപടി കൊടുത്ത് 3 പേരും കൂടെ അങ്ങോട്ട് വഴക്കൊക്കെ ആവുന്നുണ്ട്. ചായക്കടക്കാരൻ ഒരു കണക്കിന് ആര്യനെ പറഞ്ഞു വിടുന്നതാണ് കാണിക്കുന്നത്. പിന്നെ രാത്രി മിത്ര ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് സ്കൂട്ടി പഞ്ചറാവുന്നുണ്ട്. അങ്ങനെ മിത്ര അച്ഛനെ വിളിക്കാൻ നോക്കുമ്പോൾ ഫോണും സ്വിച്ച് ഓഫ് ആണ്. അതിനുശേഷം 2 ആണുങ്ങൾ വരുന്നുണ്ട്, ഗുണ്ടകളാണ്. വന്നു കഴിഞ്ഞിട്ട് വണ്ടി മൊബൈൽ കൊടുക്കുമെന്ന് ചോദിക്കും. എന്തിനാ മോളെ, നിനക്ക് മൊബൈൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. അപ്പം കാര്യം എളുപ്പമായല്ലോ, നിന്റെ വണ്ടി ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മിത്രനെ ബലമായി പിടിച്ച് അവരുടെ വണ്ടിയിൽ കയറ്റിയിരുത്തുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.